കൽക്കി 2898 AD എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിൽ നിന്ന് നടി ദീപിക പദുക്കോണിനെ പുറത്താക്കിയെന്ന് കഴിഞ്ഞ ദിവസം നിർമ്മാതാക്കളായ വൈജയന്തി മൂവീസ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരുന്നു. കൽക്കി AD എന്ന സിനിമ ഇതിനേക്കാൾ കൂടുതൽ പരിഗണന അർഹിക്കുന്നു എന്ന കുറിപ്പോടെയാണ് നിർമ്മാതാക്കൾ പ്രസ്താവന പങ്കുവച്ചത്. എന്നാൽ പുറത്താക്കുന്നതിന്റെ കാരണങ്ങൾ വ്യക്തമാക്കിയിരുന്നില്ല. ദീപിക പദുക്കോണിനെ സിനിമയിൽ നിന്ന് ഒഴിവാക്കാൻ കാരണം പ്രതിഫലവും ജോലി സമയവും സംബന്ധിച്ച തർക്കങ്ങളെന്നാണ് റിപ്പോർട്ടുകൾ. ദീപിക പദുക്കോൺ ചിത്രത്തിന്റെ ആദ്യ ഭാഗത്തിന് ലഭിച്ചതിനേക്കാൾ 25% കൂടുതൽ പ്രതിഫലം ചോദിച്ചു. ജോലി സമയം 7 മണിക്കൂറായി കുറയ്ക്കണമെന്നും ദീപികയുടെ 25 പേരടങ്ങുന്ന പരിചാരക സംഘത്തിന് 5 സ്റ്റാർ താമസവും ഭക്ഷണവും ആവശ്യപ്പെടുകയും ചെയ്തുവെന്നാണ് നിർമ്മാതാക്കളുടെ അടുത്ത വൃത്തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. സന്ദീപ് റെഡ്ഡി വങ്കയുടെ സ്പിരിറ്റ് എന്ന ചിത്രത്തിൽ നിന്ന് ദീപിക പിന്മാറിയത് ചർച്ചയായിരുന്നു. തെലുങ്കിൽ ഡബ്ബ് ചെയ്യാൻ വിസമ്മതിച്ചതിനെ തുടർന്നുണ്ടായ തർക്കങ്ങൾ ഉണ്ടായതോടെയാണ് സിനിമയിൽ നിന്ന് താരം പിന്മാറിയത്. ഇപ്പോൾ സമാനമായ സംഭവങ്ങളാണ് കൽക്കി 2898 ADയുടെ രണ്ടാം ഭാഗത്തിലും സംഭവിക്കുന്നത്.